നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 2 അധ്യായം 6. അങ്ങനെ കുന്തിദേവി ഇപ്പോൾ സൂര്യപുത്രനായ കർണനെ പ്രസവിച്ചിരിക്കുകയാണ്. ഈ വിവരം അടുത്ത തോഴിയല്ലാതെ ആരും അറിഞ്ഞില്ല. കുന്തി വളരെയധികം ദുഃഖിതയായി. ഇനിയിപ്പോൾ ഈ മനോഹരനായ പുത്രനെ, കവചവും കുണ്ടലവുമൊക്കെ ധരിച്ച പുത്രനെ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നതെന്ന് കുന്തിക്ക് വിചാരമായി. എന്തായാലും കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി തോഴിയെ ഏൽപ്പിച്ചു. എന്നിട്ട് വിജനമായ വനത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ ശുപാർശ ചെയ്തു. ഞാൻ ദേവിയെ കഴിഞ്ഞ ജന്മം ആരാധിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്ര വലിയ ഒരു ദുഷ്ടത നേരിട്ടതെന്ന് കുന്തി സ്വയം പരിതപിക്കുന്നു. എന്നിട്ട് കുഞ്ഞിനെ ധാത്രിയുടെ കൈവശം കൊടുക്കുന്നു, ഉപേക്ഷിക്കാൻ പറയുന്നു. എന്നിട്ട് കുളിച്ച് പിതൃഭവനത്തിൽ കഴിയുകയായിരുന്നു കുന്തി. ഈ കുഞ്ഞിനെ കിടത്തിയിരുന്ന പെട്ടി കിട്ടിയത് അധിരഥൻ എന്നൊരു സൂതനാണ്. സൂതൻ്റെ ഭാര്യയായ രാധ വളരെ സ്നേഹത്തോടു കൂടി ആ പുത്രനെ വളർത്തി. അങ്ങനെ കർണൻ വളരെ ബലവാനും വീരനുമൊക്കെയായി തീർന്നു. ഈ അവസരത്തിൽ കന്യകയായ കുന്തി പാണ്ഡുവിനെ വരിച്ചു. പാണ്ഡുവിൻ്റെ മറ്റൊരു ഭാര്യ മാദ്രിയായിരുന്നു, മദ്ര രാജാവിൻ്റെ പുത്രി. പക്ഷെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാനാണ്. ഈ ബലവാനായ പാണ്ഡു നായാട്ടിൽ മുഴുകിയിരിക്കുമ്പോൾ മാനാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു മുനിയെ കൊല്ലാനിട വന്നു. അപ്പോൾ ആ മുനി പാണ്ഡുവിനെ ശപിച്ചത് സ്ത്രീസംഗം ചെയ്യാനിട വന്നാൽ അപ്പോൾ തന്നെ നീ മരിക്കുമെന്നായിരുന്നു. അങ്ങനെ അതീവ ദുഃഖിതനായ പാണ്ഡു വനവാസം തുടങ്ങി അവിടെ തപസ്സനുഷ്ഠിച്ചു. അപ്പോൾ ഭാര്യാധർമ്മം അനുസരിച്ച് കുന്തിയും മാദ്രിയും അദ്ദേഹത്തോടൊപ്പം വനത്തിലേക്ക് പോയി. അവർ ഗംഗാതീരത്ത് വസിച്ചുകൊണ്ട് ആശ്രമങ്ങളിൽ പോയി ധർമ്മശാസ്ത്രങ്ങളൊക്കെ കേൾക്കുകയും അതിൽ എല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 45. കഥായാം വർത്തമാനായാം കദാചിത് ധർമ്മസംശ്രിതം അസൃണോദ്വചനം രാജാ സ്പൃഷ്ടം അസൃണോദ്വചനം രാജാ സുസ്പൃഷ്ടം മുനിഭാഷിതം. ആശ്രമത്തിൽ വെച്ച് കഥ പറയുന്ന കൂട്ടത്തിൽ ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിനുത്തരമായി മുനി പറഞ്ഞ ധർമ്മനിഷ്ഠമായ വാക്ക് രാജാവ് കേട്ടു. ശ്ലോകം 46. അപുത്രസ്യ ഗതിർനാസ്തി സ്വർഗേ ഗന്തും പരന്തപ യേന കേനാപ്യുപായേന പുത്രസ്യ ജനനം ചരേത്. ഹേ പരന്തപ, പുത്രനില്ലാത്തവന് സ്വർഗത്തേക്ക് പോകാൻ വഴിയില്ല. അതുകൊണ്ട് ഹേ പരന്തപ, പുത്രനില്ലാത്തവന് സ്വർഗത്തേക്ക് പോകാൻ വഴിയില്ല. അതുകൊണ്ട് ഏത് ഉപായം സ്വീകരിച്ചായാലും പുത്രനുണ്ടാവാൻ ശ്രമിക്കണം. ശ്ലോകം 47. അംശജ പുത്രികാ പുത്ര ക്ഷേത്രജോ ഗോളകസ്തഥാ കുണ്ട സഹോഢ കാനീന ക്രീത പ്രാപ്തസ്തഥാവനേ. അംശജൻ അതായത് ധർമ്മപത്നിയിലുണ്ടായ സുപുത്രൻ, പുത്രികാപുത്രൻ അതായത് മകളുടെ മകൻ,
ഭർത്താവ് അശക്തനായതുകൊണ്ട് പുത്രൻ ഉണ്ടാവാതിരിക്കെ ധർമ്മപത്നിക്ക് അർഹനായ അന്യനിൽ നിന്നുണ്ടാകുന്ന പുത്രൻ, വിധവയിലുണ്ടാകുന്ന പുത്രൻ, ഭർത്താവ് ജീവിച്ചിരിക്കെ ജാരനിൽ നിന്നുണ്ടാകുന്ന പുത്രൻ, ഗർഭിണിയാണെന്നറിഞ്ഞുകൊണ്ട് വരിച്ച സ്ത്രീയിൽ ജനിച്ച പുത്രൻ, കന്യകയായി പിതൃഗ്രഹത്തിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പുത്രൻ, കാട്ടിലെത്തിയവൻ, ഇവരൊക്കെ എങ്ങനെയുള്ളവർ ആയിരിക്കുമെന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. ശ്ലോകം 48. ദത്രക്കേനാഭിജാശക്ത ധനുഗ്രാഹീ സുതാ സ്മൃതാഃ ഉത്തരോത്തരത പുത്ര നികൃഷ്ട ഇത് നീക്ഷയ. സംരക്ഷിക്കാൻ കഴിവില്ലാതെ പണത്തിനു വേണ്ടി വിൽക്കപ്പെട്ടവൻ. ഇവരാണ് അങ്ങനെ യോഗ്യതയില്ലാത്ത പുത്രന്മാർ. ഇവർ പുത്രന്മാരാണെങ്കിലും യഥാക്രമം ഓരോരുത്തരും ഗുണം കുറഞ്ഞവരാണ് എന്നതിൽ സംശയമില്ല. 48 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ